നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു വീട് പണിയാൻ പോകുന്നതിന് മുമ്പ് ഒരു ക്ലയന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓണർ എന്ന രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലർക്കും വീട് പണി തുടങ്ങി കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും സംശയങ്ങൾ വരിക, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കത് ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ 3 ലക്ഷം സബ്സ്ക്രൈബർ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ വീട് നിർമ്മാണത്തിൽ ഡൗട്ടുകൾ, ഒരു വീട് വെക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോൺട്രാക്ടറുമായിട്ടുള്ള അഗ്രിമെന്റ് എങ്ങനെ ആയിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. പലരും പ്ലാനൊക്കെ വരച്ച് പണിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് ബഡ്ജറ്റ് പ്രശ്നമായിട്ട് വരും. പാതി വഴിയിൽ പണി നിർത്തിവെക്കും, അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും വീട് വെക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് എടുക്കുന്ന പൈസയിൽ കൂടുതൽ നമുക്ക് അധിക ചെലവുകളായിട്ട് പിന്നീട് വരാറുണ്ട്. അതിൽ പ്രധാനം നമ്മളൊരു സ്ക്വയർ ഫീറ്റ് കണക്ക് വെച്ച് നമ്മളൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഒരുപക്ഷെ പിന്നീട് അതിൻ്റെ മതിലിൻ്റെ പണി, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ്, ഇൻറ്റീരിയർ വർക്കുകൾ, കിണർ ഒഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അതൊക്കെ കൂടുതൽ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റും. പിന്നീട് വീട് പണി നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റാതെ വരും. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ ബഡ്ജറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഏരിയ ആണോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ വെച്ചാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട്. രണ്ടാമത്തെ കാര്യമാണ് ഒരു പ്ലാൻ, ഒരു വീടിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെങ്കിൽ ഒരു 2D ഡ്രോയിങ് ചെയ്യുമായിരിക്കും. നമ്മളൊരു പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഒരു പെർമിറ്റ് എടുക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു പെർമിറ്റ് എടുക്കുന്ന ഡ്രോയിങ്ങിന്റെ ബലത്തിൽ നമ്മൾ ആ വീട് പണി തുടങ്ങും. ഒരുപക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ കെട്ടിക്കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ആ വീടിന്റെ ബ്രിക്ക് വർക്ക് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ വീടിനുള്ളിലേക്ക് കയറി ആ റൂം ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ കോമൺ ടോയ്ലറ്റ് ആയിരുന്നു അഡീഷണൽ ആയിട്ട് വേണ്ടത്. അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. ഇനി കിച്ചന്റെ സ്ഥാനം, അല്ലെങ്കിൽ കിച്ചണിനോട് കൂടി ഒരു വർക്ക് ഏരിയയും കൂടെ വേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം അഡീഷണൽ വേണമായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ മാറ്റിപ്പണിയേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. മാറ്റിപ്പണിയാൻ ഒരുപക്ഷെ അഡീഷണൽ ആയിട്ട് ഒരു റൂം എടുക്കേണ്ടത്, അല്ലെങ്കിൽ റൂമിന്റെ സൈസ് വലുതാക്കുക, അല്ലെങ്കിൽ ചെയ്തത് പൊളിച്ചു പണിയുക. അത് നമുക്ക് മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഇപ്പൊ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീട് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഈ റൂമിന്റെ സൈസ് എത്രയാണ്, ഇപ്പൊ ഉദാഹരണം പറയാണ്, ഒരു റൂമിന്റെ സൈസ് എത്ര, ഇപ്പൊ 10 അടി 10 അടി അല്ലെങ്കിൽ 12 12 ആണോ, അപ്പൊ ആ റൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ബെഡ് വേണം, പിന്നെ ഏതെങ്കിലും ഒരു വാർഡ്രോബ്, അല്ലെങ്കിൽ ഒരു സൈഡ് ടേബിള്, അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണോ നമുക്ക് ആ റൂമിനകത്ത് വേണ്ടത്, അതെല്ലാം നമ്മുടെ ഈ അളവ് പ്രകാരമുള്ള റൂമിനകത്തും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇന്റീരിയർ ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ആ വീട് പണിയുടെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലായിരിക്കും, അയ്യോ ഈ ബെഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ അതിനകത്തൊരു നിസ്സാര കാര്യം, ഒരു ഫോണിന്റെ ഒരു ചാർജിങ് പോലും, ഒരു ഫോൺ കുത്തിയിടണമെങ്കിൽ, അതിനകത്തൊരു ചാർജ് ചെയ്യണമെങ്കിൽ പോലും പിന്നീട് അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന് അഡീഷണൽ സെറ്റ് ഇന്റീരിയറിന്റെ സമയത്ത് അതൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നം. ഇപ്പൊ കിച്ചണിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. കിച്ചണിലെ ഫ്രിഡ്ജിന്റെ സ്ഥാനം, വാഷിംഗ് മെഷീൻ എവിടെയാണ്, സിങ്ക് എവിടെയാണ്, ഫുഡ് ആൻഡ് ഹോവ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഇന്റീരിയർ ഡ്രോയിങ്ങും കൂടെ ചെയ്യുക എന്നുള്ളതിനോ, പ്രധാനമായിട്ടും ഫർണിച്ചർ ലേഔട്ട്, ഇപ്പൊ ഫർണിഷിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥാനത്താണ് അതിന്റെയൊക്കെ പൊസിഷൻ വരേണ്ടത്, അതുപോലെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്, അതിനകത്ത് വരുന്ന ഇന്റീരിയർ പക്ഷേ 2D 3Dയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് വരും. 3Dക്കകത്താകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ടോപ്പ് വ്യൂ ആയിട്ട്, അതിന്റെ ടോപ്പിൽ നിന്നുള്ളൊരു ഇന്റീരിയർ വ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫർണിച്ചറിന്റെ സ്ഥാനം, ആ സ്കെയിൽ അനുസരിച്ച്, ഇപ്പോൾ ഒരു ബെഡ് വന്നാൽ മറ്റുള്ള ഫർണിച്ചറുകളൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ടോ, ഇനി ലിവിംഗ് റൂമിൽ ടിവിയുടെ സ്ഥാനം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ടതാണ് ബഡ്ജറ്റ്. അപ്പൊ ഇതെല്ലാം മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് ബഡ്ജറ്റിനെ പിന്നീട് അത് ബാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് നമ്മുടെ റിക്വയർമെന്റ്സ്. നമ്മൾ ഈ രണ്ടാമത്തെ പറഞ്ഞ ഏകദേശ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ബെഡ്റൂംസിന്റെ എണ്ണം, നമ്മൾ 3 ബെഡ്റൂം നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടോ, ഇനിയും അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ആണോ, ഇനി കിച്ചൺ വരുന്നത്, അതിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ സ്വിച്ചസുകൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോയിന്റ്സുകൾ, ഇപ്പൊ ടോയ്ലറ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ക്ലോസറ്റ്, വാഷ് ബേസിൻ, ഷവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഷവർ ആണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് മിക്സർ ടാപ്പ് വെക്കാം, ഡൈവേർട്ടർ ചെയ്യാം. ഇനി അതിനകത്ത് കുറച്ചും കൂടെ കൂടിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ടൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോറിന്റെ ലെവൽ വരെ ടൈൽ ഒട്ടിക്കാം, ഇനി ഫുൾ റൂം സീലിംഗ് വരെ വേണമെങ്കിലും ടൈൽ ഒട്ടിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞായിരിക്കണം നമുക്ക് എങ്കിലേ നമുക്ക് ആ ബഡ്ജറ്റും ഒരു കോൺട്രാക്ടർ ഭാഗത്തു നിന്ന് ഒരു കൊട്ടേഷൻ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലേ നമുക്കും അതനുസരിച്ച് ആ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കോൺട്രാക്ടർ എന്നുള്ള രീതിയിലും അവർക്കും പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ടൈൽ അങ്ങനെ അല്ലായിരുന്നു, കുറച്ചും കൂടെ കൂടിയ ടൈലായിരിക്കണം, അല്ലെങ്കിൽ ഡോർസ് വിൻഡോസ് ഒക്കെ വേറെ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ക്ലോസറ്റ് വാഷ് ബേസിന് ഇലക്ട്രിക്കൽ പോയിന്റ്സുകൾ, ഇതെല്ലാം നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ നമുക്കത് ബഡ്ജറ്റിനെ ബാധിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പറയുന്ന ബഡ്ജറ്റുമായിട്ട് ഇപ്പൊ ഒരു വീട് പണി എന്ന് പറയുന്ന ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസം കൊണ്ടൊക്കെ ആയിരിക്കും പണി തീരുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ടാവും. അതിനകത്ത് വരുന്ന പല കാര്യങ്ങൾ റേറ്റ് വ്യത്യാസം വരും, ലേബർ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ തീർന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബഡ്ജറ്റ് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ റിക്വയർമെന്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു റൂമിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കിച്ചണിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഡോർസ് വിൻഡോസ് അല്ലെങ്കിൽ ബ്രിക്ക്, സിമെന്റ് ബ്രിക്കാണോ ഇഷ്ടികയാണോ അല്ലെങ്കിൽ മഡ് ബ്രിക്കാണോ എന്തൊക്കെയാണോ അതൊക്കെല്ലാം നമ്മൾ മനസ്സിലാക്കി ആ റിക്വയർമെന്റ് എന്താണെന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രാക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ വീട് പണി തുടങ്ങാനായിട്ട്. ഈ നാലാമതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെറ്റീരിയൽ സെലക്ഷൻ. അത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഡോർസ് വിൻഡോസ് ഇപ്പം വുഡ് ചെയ്യാം, സ്റ്റീൽ ചെയ്യാം, WPC ചെയ്യാം, അലൂമിനിയം ചെയ്യാം, UPVC ചെയ്യാം, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ഒരു എലിവേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ 3D അനുസരിച്ചോ ഒക്കെ നമുക്ക് ഡോർസ് വിൻഡോസിലൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വലിയ വിൻഡോസുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ UPVCയോ സ്റ്റീലോ ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം വുഡാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് ആ വലിയ വിൻഡോകളൊക്കെ ചെയ്യാൻ ചില പരിമിതികളുണ്ട്. വുഡ് വെച്ച് ചെയ്യാം, എങ്കിലും കുറച്ചും കൂടെ UPVC ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടാനൊക്കെ നമുക്ക് സഹായിക്കും. അതുപോലെയാണ് നമ്മൾ പറഞ്ഞ ഇപ്പം പെയിന്റിംഗ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ അതിന്റെ ഒരു പെയിന്റിന്റെ കളർ എന്താണ്, അത് ഇന്റീരിയറിൽ എന്ത് പെയിന്റ് ആണ്, എക്സ്റ്റീരിയർ എന്ത് പെയിന്റ് ആണ്, ഇനി ടെക്സ്ചർ വർക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, ഡിസൈൻ വർക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ആ മെറ്റീരിയൽ സെലക്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് പ്ലംബിങ്ങിന്റെ ഇപ്പൊ ക്ലോസറ്റ് ഏത് മോഡലായിരിക്കണം, ഏത് കമ്പനിയുടേതായിരിക്കണം, ഇനിയും പി ട്രാപ്പ് ആയിട്ട് വരുന്നതുകൊണ്ട് എസ് ട്രാപ്പ് ഉണ്ട്, ഇനി വോൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഉണ്ട്, ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഏതാണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എഗ്രിമെന്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതൊരു ഫൈനൽ ആക്കിയിരിക്കണം. അല്ലെങ്കിൽ പണി തീർന്നു കഴിഞ്ഞാൽ പ്ലംബിങ്ങിന്റെ പണി തുടങ്ങുമ്പോഴായിരിക്കും ഇതൊക്കെ മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു ചെറിയ ടോയ്ലറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പം നമ്മുടെ ഡിസൈൻ പ്രകാരം ചെയ്തു വെക്കുന്നത്. അവിടെ നമ്മൾ വോൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സ്ഥലപരിമിതികൾ ഉണ്ടാവും. അത് ചെയ്യുമ്പം ആ ടോയ്ലറ്റ് ചെറിയ ടോയ്ലറ്റ് ആണ്, അതിനകത്ത് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും, ഒന്നുകൂടെ കൺജഷൻ ആവും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി ആ ഡ്രോയിങ് ചെയ്യുമ്പോൾ തന്നെ ആ ടോയ്ലറ്റ് കുറച്ചും കൂടെ വലുതാക്കിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഷവർ ഏരിയ, ഇപ്പൊ നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ തിരിച്ച് ചെയ്യുന്നുണ്ട്, കുളിക്കുന്ന ഒരു ഭാഗം, ഇനി ഷവർ ക്യൂബിക്കിളോ അല്ലെങ്കിൽ ഗ്ലാസ് പാർട്ടീഷനോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 അടിക്ക് മുകളിലുള്ള ലെങ്ത് ഉള്ള ടോയ്ലറ്റിലൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പേസ് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഒരു മെറ്റീരിയൽ സെലക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും. ഇപ്പൊ പെയിന്റിംഗ് ആണെങ്കിലും പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റിംഗ്, ടൈലിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ്, എല്ലാ കാര്യത്തിലും നമ്മൾ ഇന്റീരിയർ ഐറ്റംസ്, ലാൻഡ്സ്കേപ്പിംഗ്, എല്ലാത്തിലും നമ്മൾ ഒരു മെറ്റീരിയൽ സെലക്ഷൻ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അതൊരു സെലക്ട് ചെയ്ത് വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എക്സ്ട്രാ ചെലവുകൾ. ഞാൻ ആദ്യം പറഞ്ഞ ഇന്റീരിയർ ഐറ്റംസ്, ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ, കോമ്പൗണ്ട് വോള്, ഗേറ്റ്, ഇനി കിണർ കുഴിക്കണോ, മതിൽ കെട്ടണോ, എന്താണോ നമ്മളൊരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങളായിട്ട് ചെയ്യണം. നമ്മളൊരു കറണ്ടും വെള്ളവും ഇല്ലാതെ വീട് പണി തുടങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കണം, കിണറോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള സോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നീട് കോമ്പൗണ്ട് വാൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. അത് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നവരുണ്ട്. ഇനി പണിത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് അതിന്റെ ഗേറ്റ്, അതിന്റെ പുറമേയുള്ള വർക്കുകളെല്ലാം നമ്മൾ ചെയ്തെടുക്കണം. മുറ്റത്ത് വരുന്ന പേവിംഗ് ടൈൽ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പബിൾസോ എന്താണോ നമ്മൾ ലാൻഡ്സ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറെ വർക്കുകൾ വരും. മിറ്റമൊക്കെ ഇപ്പം ഒരുപാട് പ്ലോട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ആ പ്ലോട്ട് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുമായിട്ട് വരുന്ന ചെലവുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇപ്പം മണ്ണ് കട്ട് ചെയ്ത് മാറ്റി ഒരു എക്സ്ട്രാ റിട്ടൈനിങ് വോൾ ഒക്കെ ചെയ്യുക, ഇനി അതല്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ അഡീഷണൽ ഒരു റിട്ടൈനിങ് വോൾ ചെയ്താലേ മണ്ണ് അവിടെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ മതിലൊക്കെ ആണെങ്കിൽ മതിൽ മറിഞ്ഞു പോകും, അല്ലെങ്കിൽ മണ്ണ് അത് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ കോമ്പൗണ്ട് വോളിന്റെ ഒക്കെ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ മുന്നേ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ആ വീട് നിർമ്മാണം തുടങ്ങുന്നത്. അതുപോലെയാണ് ഇന്റീരിയർ വർക്കുകൾ, അകത്ത് വരുന്ന കബോർഡുകൾ, കിച്ചൺ കബോർഡ്, ബെഡ്റൂം കബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ബഡ്ജറ്റിനകത്ത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ വീട് പണി തുടങ്ങാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു ക്ലയന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓണർ എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോകളിലായി പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇടാം. നമ്മൾ 2D 3D ഇന്റീരിയർ ഡ്രോയിങ്ങുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതിലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബർ പിന്നിട്ടു. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.